ഹലോ നമസ്കാരം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കൊന്നൊരു കുട്ടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലുള്ളൊരു ഗ്രീൻ കളർ പേപ്പറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒറ്റ പേപ്പർ മാത്രം മതി നമുക്കൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനെ കുറച്ച് സർക്കിൾ ഷേപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യത്തെ സർക്കിൾ 6 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് ഞാൻ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടാമത്തേത് 5 സെൻറ്റിമീറ്റർ, പിന്നെ 4 സെൻറ്റിമീറ്റർ, പിന്നെ 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. അങ്ങനെ 5 സർക്കിൾസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഏറ്റവും വലിയ സർക്കിളിനെ എടുക്കാം. എന്നിട്ട് അതിനെ പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി വീണ്ടും ഒന്നുകൂടി മടക്കുന്നുണ്ട്. അങ്ങനെ എത്രത്തോളം മടക്കാൻ പറ്റുമോ അത്രത്തോളം മടക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 തവണ അങ്ങനെ മടക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് കിട്ടുന്നത് വരെ മടക്കി കൊടുക്കുക. ഏറ്റവും ചെറുത് കിട്ടുന്നത് വരെ മടക്കി കൊടുക്കാം. ഈ ട്രയാങ്കിളിൻ്റെ ബേസിലെ ഒരു എൻഡിൽ നിന്ന് ഇതേപോലെ ഡയഗണലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗത്തും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നിവർത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും. അടുത്തതായിട്ട് ഇതിൻ്റെ കൂർത്ത് നിൽക്കുന്ന ഭാഗത്ത് മാത്രം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നല്ല ഷാർപ്പായിട്ട് തന്നെ മടക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഈ മടക്ക് വരുമ്പോൾ മാത്രമേ നമ്മളെ ക്രിസ്മസ് ട്രീ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സർക്കിൾസും ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുകൂടി ഒന്ന് ചെയ്ത് കാണിക്കാം. ഇനി ഞാനൊരു വൈറ്റ് പേപ്പർ കൊണ്ട് മടക്കിയിട്ട് ഇതേപോലെ ഒരു പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് മാത്രം ബ്രൗൺ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറുള്ള പേപ്പർ കിട്ടുകയാണെങ്കിൽ അതായാലും മതി. പിന്നെ ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗോൾഡൻ കളർ ഗ്ലിറ്റർ പേപ്പർ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ട്രീ വെക്കാനുള്ള ബേസാണ്. ഇനി ട്രീ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് ഓരോന്നും ഈ സ്റ്റിക്കിലൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റെപ്പായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ക്രാഫ്റ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രീൻ്റെ ലീവ്സ് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ ഒന്ന് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗത്തായിട്ടൊരു സ്റ്റാർ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റാർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും പോയി കണ്ടു നോക്കണം. ഇനി ഈ സ്റ്റിക്ക് നമ്മളെ ബേസിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളെ ട്രീ ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തെർമോക്കോൾ ബോൾസാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ട്രീ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു ബോൾസാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓരോന്നിനും ഓരോ കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റാണിത്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.